ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണ് എറേഴ്സ് ആൻഡ് ദ റെക്ടിഫിക്കേഷൻ. അപ്പോൾ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, തെറ്റ് തിരുത്തുക. അതായത് നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ബിസിനസ് ട്രാൻസാക്ഷനിൽ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റ് ഒരിക്കലും റെക്കോർഡ് ചെയ്തിരിക്കുന്നതിൽ റെക്ടിഫൈ ചെയ്യാൻ പാടില്ല. അതായത് അതിൽ വെട്ടിത്തിരുത്തിയും മറ്റും റെക്ടിഫൈ ചെയ്യാൻ പാടില്ല. എവിടെയാണോ തെറ്റ് സംഭവിച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് ജേണൽ എൻട്രി എഴുതി വേണം റെക്ടിഫൈ ചെയ്യാൻ. ഇനി എറേഴ്സ്, ദർ ആർ 2 ടൈപ്സ് ഓഫ് എറേഴ്സ് ആണ്. ഫസ്റ്റ് വൺ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, സെക്കൻഡ് വൺ ക്ലറിക്കൽ എറേഴ്സ്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, അതായത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അറിയാത്തത് കൊണ്ടുവരുന്ന തെറ്റാണ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ. ഫോർ എക്സാമ്പിൾ എന്താണ്, ട്രീറ്റിംഗ് ദ പർച്ചേസ് ഓഫ് എൻ അസറ്റ് ആസ് എൻ എക്സ്പെൻസ്. ഒരു അസറ്റ് വാങ്ങിയത് എക്സ്പെൻസായി ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അതെന്താണ്, എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഇൻ ദിസ് കേസ് ദർ ഈസ് നോ എഫക്റ്റ് ഓൺ ദ ട്രയൽ ബാലൻസ്. ഈ രീതിയിലുള്ള തെറ്റുകൾ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് സെക്കൻഡ് ടൈപ്പാണ് ക്ലറിക്കൽ എറേഴ്സ്. ക്ലറിക്കൽ എറേഴ്സ് ആർ അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3: എറേഴ്സ് ഓഫ് കമ്മീഷൻ, എറേഴ്സ് ഓഫ് ഒമിഷൻ, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എറേഴ്സ് ഓഫ് ഒമിഷൻ. എറേഴ്സ് ഓഫ് ഒമിഷൻ മീൻസ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുക. അപ്പോൾ 2 ടൈപ്സ് ഓഫ് എറേഴ്സ് ഓഫ് ഒമിഷനാണ്, കംപ്ലീറ്റ് ഒമിഷനും പാർഷ്യൽ ഒമിഷനും. അതായത് ഒരു ജേണൽ എൻട്രി കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി കഴിഞ്ഞാൽ അതെന്താണ്, കംപ്ലീറ്റ് ഒമിഷൻ. ഇനി നമ്മൾ ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞ്, അതായത് ഒരു അസറ്റ് വാങ്ങിയത്, പർച്ചേസ് ഓഫ് അസറ്റ്, ജേണൽ എൻട്രി എന്താ വരിക, അസറ്റ് അക്കൗണ്ട് ഡെറ്റഡ് ടു ക്യാഷ്. അത് നമ്മൾ ജേണൽ എൻട്രി എഴുതി. അതിനുശേഷം അത് ലെഡ്ജറിലേക്ക് മാറ്റുന്ന സമയത്ത് അസറ്റ് അക്കൗണ്ടിലും ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിലും ചെയ്യണം. അപ്പോൾ ഏതിലെങ്കിലും ഒന്നിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ അതെന്താണ്, പാർഷ്യൽ ഒമിഷനാണ്. അപ്പോൾ അതാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോകുന്നതാണ്. ഇനി സെക്കൻഡ് വൺ എറേഴ്സ് ഓഫ് കമ്മീഷൻ. എറേഴ്സ് ഓഫ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, റോങ് കാസ്റ്റിംഗ്, റോങ് ടോട്ടലിംഗ്, റോങ് ബാലൻസിങ്. അതായത് തെറ്റായി ടോട്ടൽ ചെയ്ത് പോവുക, ബാലൻസ് ചെയ്ത് പോവുക, ആ രീതിയിൽ വരുന്ന തെറ്റാണ് എറേഴ്സ് ഓഫ് കമ്മീഷൻ. പിന്നെ എറേഴ്സ് ഓഫ് കമ്മീഷൻ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന തെറ്റാണ്. തേർഡ് വൺ ആണ് കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അതായത് കോമ്പൻസേറ്റിംഗ് എറേഴ്സ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തെറ്റ് മറ്റൊരു തെറ്റുകൊണ്ട് ഇല്ലാതാവുകയാണെങ്കിൽ അതെന്താണ്, കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. അപ്പോൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സിൻ്റെ കേസിലും ട്രയൽ ബാലൻസ് എന്താവും, എഗ്രി ആവും. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത എറേഴ്സാണ്. നെക്സ്റ്റ് വൺ എറേഴ്സ് ദാറ്റ് എഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. അതേപോലെ തന്നെ എറേഴ്സ് ദാറ്റ് ഡു നോട്ട് എഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന തെറ്റുകളുണ്ട്, ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത തെറ്റുകളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന തെറ്റുകളെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് റോങ് കാസ്റ്റിംഗ് ഓൺ ദ സബ്സിഡറി ബുക്ക്, അതേപോലെ റോങ് ബാലൻസിങ്, പോസ്റ്റിംഗ് എൻ എമൗണ്ട് ഓൺ ദ റോങ് സൈഡ്. അതായത് ടോട്ടൽ ചെയ്യുമ്പോൾ തെറ്റ് പറ്റുക, പിന്നെ എന്താണ് റോങ് സൈഡിൽ റെക്കോർഡ് ചെയ്യുക, അതേപോലെ തന്നെ റോങ് പോസ്റ്റിംഗ്, റൈറ്റിംഗ് ദ റോങ് എമൗണ്ട്. റോങ് എമൗണ്ട് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ലെഡ്ജറിലേക്ക് മാറ്റുന്ന സമയത്ത് റോങ് എമൗണ്ട് എഴുതി പോകുക. പിന്നെ ഒമിറ്റിംഗ് ടു പോസ്റ്റ് എൻ എമൗണ്ട് ഫ്രം എ സബ്സിഡറി ബുക്ക്. അതായത് സബ്സിഡറി ബുക്കിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോവുക. പിന്നെ ഒമിറ്റിംഗ് ടു പോസ്റ്റ് ദ ടോട്ടൽസ് ഓഫ് സബ്സിഡറി ബുക്ക്. സബ്സിഡറി ബുക്കിൻ്റെ ടോട്ടൽ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോവുക. ഒമിറ്റിംഗ് ടു റൈറ്റ് ദ ക്യാഷ് ബുക്ക് ബാലൻസ് ഇൻ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ ക്യാഷ് ബുക്ക് ബാലൻസ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുക. ഒമിറ്റിംഗ് ടു റൈറ്റ് ദ ബാലൻസ് ഓഫ് എൻ അക്കൗണ്ട് ഇൻ ദ ട്രയൽ ബാലൻസ്. ഏതെങ്കിലും അക്കൗണ്ട് ബാലൻസ് ട്രയൽ ബാലൻസിൽ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോവുക. ടോട്ടലിംഗ് ദ ട്രയൽ ബാലൻസ് റോങ്ലി. ട്രയൽ ബാലൻസ് ടോട്ടൽ തെറ്റാവുക. നെക്സ്റ്റ് ടൈപ്പാണ് എറേഴ്സ് ദാറ്റ് ഡു നോട്ട് എഫക്റ്റ് ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത തെറ്റുകളാണ്. ഫസ്റ്റ് വൺ ഒമിറ്റിംഗ് എൻ എൻട്രി ഓൾ ടുഗദർ ഫ്രം ദ സബ്സിഡറി ബുക്ക്. നെക്സ്റ്റ് മേക്കിംഗ് എൻ എൻട്രി ഇൻ ദ റോങ് സബ്സിഡറി ബുക്ക്. നെക്സ്റ്റ് പോസ്റ്റിംഗ് എൻ എമൗണ്ട് ഇൻ എ റോങ് അക്കൗണ്ട് ബട്ട് ഓൺ ദ കറക്റ്റ് സൈഡ്. അതായത് റോങ് അക്കൗണ്ട് ആണെങ്കിൽ കൂടി കറക്റ്റ് സൈഡിലാവുമ്പോൾ എന്ത് ചെയ്യില്ല, ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യില്ല. പിന്നെ എറർ ഓഫ് പ്രിൻസിപ്പിൾ, അതേപോലെ കോമ്പൻസേറ്റിംഗ് എറേഴ്സ്. ഇതൊക്കെ ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യാത്ത തെറ്റുകളാണ്. നെക്സ്റ്റ് നമുക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള 1-2 എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് വൺ ക്യാഷ് സെയിൽ ഓഫ് ₹500 ഈസ് ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ്. അതായത് ക്യാഷ് സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഒമിറ്റഡ് ടു ബി റെക്കോർഡഡ് ആണ്, റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയത് കൊണ്ട് ക്യാഷ് സെയിൽസ് ഉണ്ടാകുമ്പോഴുള്ള ജേണൽ എൻട്രി എന്താണോ അത് റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ ക്യാഷ് സെയിൽസ് ഉണ്ടാകുമ്പോൾ ജേണൽ എൻട്രി എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റഡ് ടു സെയിൽസ്. അതായത് ഏത് രീതിയിൽ നമുക്ക് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാലും ക്യാഷിന് എപ്പോഴും എന്തായിരിക്കും, ഡെബിറ്റ് ആയിരിക്കും.
അപ്പോൾ ക്യാഷ് സെയിൽസ് ഉണ്ടാകുമ്പോൾ വിറ്റതിന് ശേഷം നമുക്ക് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുക. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയത് കൊണ്ട് ആ ജേണൽ എൻട്രി മാത്രം എഴുതിയാൽ മതി, കറക്റ്റ് എമൗണ്ട് വെച്ചുകൊണ്ട്. അപ്പോൾ എൻട്രി എന്താണ്? റെക്ടിഫിക്കേഷൻ എൻട്രിയാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് ₹500. നെക്സ്റ്റ് സെക്കൻഡ് വൺ പറയുന്നത് ക്യാഷ് സെയിൽസ് ഓഫ് ₹5,000 ഈസ് ടു ബി റെക്കോർഡഡ് അറ്റ് 50. ക്യാഷ് സെയിൽസ് ഓഫ് ₹5,000 ക്യാഷ് സെയിൽസ് ഉള്ളത് റെക്കോർഡ് ചെയ്തത് എന്താണ്? 50 എന്നാണ്. 50 ആണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ 4,950യുടെ ഡിഫറൻസ് ഉണ്ട്. അതായത് 4,950 കുറവാണ്. 5,000 വേണ്ട സ്ഥാനത്ത് 50 ആണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 4,950 ഷോർട്ടാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ജേണൽ എൻട്രി കുഴപ്പമില്ല, ജേണൽ എൻട്രി കറക്റ്റാണ്. അതായത് ക്യാഷ് സെയിൽസ് ഉണ്ടാകുമ്പോഴുള്ള ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ആണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 5,000 എന്ന് എഴുതേണ്ടതിന് പകരം ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 50 എന്നാണ് എഴുതിയത്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്രയാണോ കുറഞ്ഞു പോയത് 4,950 ആണ്. അപ്പോൾ ആ എമൗണ്ട് വെച്ചുകൊണ്ട് ഒന്നുകൂടി ജേണൽ എൻട്രി എഴുതാം. ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ജേണൽ എൻട്രിയിൽ തെറ്റില്ല. അതുകൊണ്ട് സെയിം എൻട്രി, എമൗണ്ട് എഴുതിയത് ഷോർട്ടാണ്. അതുകൊണ്ട് ആ എത്രയാണോ ഷോർട്ടുള്ളത് ആ എമൗണ്ട് എഴുതിക്കൊണ്ട് ഒന്നുകൂടി ജേണൽ എൻട്രി എഴുതിയാൽ മതി. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 4,950. ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ, പർച്ചേസ് ഓഫ് മെഷീനറി ഫോർ ₹5,000 ഈസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് ഓഫ് മെഷീനറി വാങ്ങിയതാണ്, പക്ഷെ അതെന്താണ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടിനാണ് ഡെബിറ്റ് കൊടുത്തിരിക്കുന്നത്. പർച്ചേസ് ഡെബിറ്റ് വരുന്നത് ഗുഡ്സ് വാങ്ങുന്ന സമയത്താണ്. പർച്ചേസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ ഡെബിറ്റ് നമ്മൾ എന്തിനാണ് കൊടുക്കുക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്നാണ് കൊടുക്കുക. അതേപോലെ സോൾഡ് ഗുഡ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് ഏതിന് കൊടുക്കും? സെയിൽസ് ടു സെയിൽസ് എന്നാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്തായിരുന്നു കറക്റ്റ് ജേണൽ എൻട്രി എന്താണ് വേണ്ടത്? ഇപ്പോൾ ഇവിടെ എന്താണ്? പർച്ചേസ് ഓഫ് മെഷീനറി ₹5,000. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്ത് വരും? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് വേണ്ടത് അല്ലേ? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് 5,000. അപ്പോൾ എമൗണ്ട് കറക്റ്റാണ്. പിന്നെ എന്താണ്? ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. അപ്പോൾ ഡെബിറ്റ് ചെയ്തത് എന്തിനാണ്? പർച്ചേസിനാണ്. അപ്പോൾ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാകുക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വേണ്ടത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതിയിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ ഇവിടെ ഇപ്പോൾ റോങ് ഡെബിറ്റ് പർച്ചേസിന് വന്നിട്ടുണ്ട്. അപ്പോൾ റോങ് ഡെബിറ്റ് പർച്ചേസിന് വന്നത് പർച്ചേസിൻ്റെ റോങ് ഡെബിറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പർച്ചേസിന് എന്ത് കൊടുക്കണം? ക്രെഡിറ്റ് കൊടുക്കണം. ഒരു റോങ് ഡെബിറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി എന്താ ചെയ്യുക? അതിന് ക്രെഡിറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ക്യാൻസലായി. അപ്പോൾ പർച്ചേസിന് എന്ത് കൊടുക്കണം? ക്രെഡിറ്റ് കൊടുക്കണം. പിന്നെ മെഷീനറിക്ക് വേണ്ട മെഷീനറി ഡെബിറ്റ് വന്നിട്ടേ ഇല്ല. അപ്പോൾ മെഷീനറിക്ക് എന്ത് വേണം? ഡെബിറ്റ് വേണം. അപ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി എന്താ എഴുതേണ്ടത്? മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ് എഴുതേണ്ടത്. റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതേണ്ടത് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. അപ്പോൾ ഇത് എഴുതാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കറക്റ്റ് എൻട്രി എന്താണോ വേണ്ടതെന്ന് റഫായി എഴുതി നോക്കാം. പിന്നെ റോങ് ആയി എന്ത് എഴുതിപ്പോയി നോക്കാം. പിന്നെ അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി എന്താണ് നോക്കാം. ഇവിടെ മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് വേണ്ടത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതി പർച്ചേസിൻ്റെ റോങ് ഡെബിറ്റ് ഇല്ലാതാക്കാം. പർച്ചേസിന് ക്രെഡിറ്റ് കൊടുക്കണം. അതേപോലെ മെഷീനറിക്ക് ഡെബിറ്റ് വേണം. അതായത് റെക്ടിഫിക്കേഷൻ എൻട്രി എഴുതേണ്ടത് മെഷീനറി അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്നാണ് 5,000. ഓക്കെ. നെക്സ്റ്റ് വൺ, ₹500 റിസീവ്ഡ് ഫ്രം എക്സ് റോങ്ലി ക്രെഡിറ്റഡ് ടു വൈ. അപ്പോൾ ₹500 റിസീവ്ഡ് ഫ്രം എക്സ് അത് മാത്രം നോക്കുക. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താണ് വേണ്ടത്? റിസീവ്ഡ് ഫ്രം എക്സ്. ഏത് രീതിയിൽ നമുക്ക് ക്യാഷ് കിട്ടിക്കഴിഞ്ഞാലും ക്യാഷിന് ഡെബിറ്റാണ് വരിക. ക്യാഷ് റിസീവ്ഡ് ആണെങ്കിൽ ക്യാഷിന് ഡെബിറ്റും, ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ ക്യാഷിന് ക്രെഡിറ്റുമാണ്. അപ്പോൾ ഇവിടെ റിസീവ്ഡ് ഫ്രം എക്സ് ആണ്, 500 റിസീവ് ചെയ്തതാണ്. അപ്പോൾ ജേണൽ എൻട്രി എന്താ വേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്. റിസീവ്ഡ് ഫ്രം എക്സ് എന്ന് പറയുന്ന സമയത്ത് ജേണൽ എൻട്രി വേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് ആണ്. അതെന്ത് ചെയ്തു പോയി? റോങ്ലി ക്രെഡിറ്റഡ് ടു വൈ. ക്രെഡിറ്റ് ആർക്ക് കൊടുത്തു പോയി? വൈക്ക്. അതായത് വൈയിൽ നിന്ന് റിസീവ് ചെയ്തതുപോലെ റെക്കോർഡ് ചെയ്ത്. അപ്പോൾ എന്തായിരിക്കും എഴുതിയിട്ടുണ്ടാകുക? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു വൈ എന്നാണ്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു എക്സ് എന്ന് എഴുതേണ്ട സ്ഥാനത്ത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു വൈ എന്ന് എഴുതി. അതായത് ക്യാഷ് കറക്റ്റാണ്. പിന്നെ ആർക്കാണ് ക്രെഡിറ്റ് വേണ്ടത്? എക്സിനാണ് ക്രെഡിറ്റ് വേണ്ടത്. അത് വൈക്ക് ക്രെഡിറ്റ് റെക്കോർഡ് ചെയ്ത്.
അപ്പം വൈയുടെ റോങ് ക്രെഡിറ്റ് ഇല്ലാതാക്കാൻ വൈക്ക് എന്ത് കൊടുക്കണം? ഡെബിറ്റ് കൊടുക്കണം. അപ്പം വൈ ഡെറ്റർ, പിന്നെയോ എക്സിൻ്റെ കറക്റ്റ് ക്രെഡിറ്റ് എഴുതുകയും വേണം. അപ്പോൾ ജേണൽ എൻട്രി എന്ത് വരും? റെക്ടിഫിക്കേഷൻ എൻട്രി വൈ അക്കൗണ്ട് ഡെറ്റർ ടു എക്സ്. ഓക്കെ, ഇനി ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട്, അതായത് ചില കേസിൽ എമൗണ്ടിൽ വരുന്ന വ്യത്യാസം, എമൗണ്ട് ചിലപ്പോൾ കുറഞ്ഞു പോകുക അല്ലെങ്കിൽ കൂടുതലായി പോകുക. അതേപോലെ സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, അതായത് വൺ സൈഡഡ് എറർ ആകുന്ന സമയത്ത് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തുകൊണ്ടാണ് നമ്മൾ ജേണൽ എൻട്രി റെക്ടിഫൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, താങ്ക്സ്.